ദാവൂദ് മണി എന്ന് പറയുന്ന ഈ പുരാവസ്തുക്കൾ വിറ്റ് വൻതോതിൽ കാശുണ്ടാക്കുന്ന ഈ കമ്പോളത്തിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി, സുഭാഷ് കപൂറിനെ പോലെ തന്നെ പ്രമുഖനായ ഒരു വ്യക്തി, ആ വ്യക്തിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഞാൻ ഈ വിവരങ്ങൾ എനിക്ക് ഒരു വിദേശ മലയാളിയായ വ്യവസായി എന്നോട് പറഞ്ഞപ്പോൾ ഒരു പൗരന്റെ കടമയാണ് ഞാൻ നിർവഹിച്ചത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ SIT കത്ത് ഇങ്ങനെ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൊഴി തരാൻ തയ്യാറാണ്. ഞാൻ അവരെ കണ്ടു. 3-4 തവണ അവർ മാറ്റി എൻ്റെ മൊഴിയെടുക്കാം. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് ഗവൺമെന്റ് പറഞ്ഞു കാണും. അതിനുശേഷം ഞാൻ മൊഴി കൊടുത്തു. ഞാൻ മൊഴി കൊടുത്ത ശേഷം ഞാൻ ആ വ്യവസായിയെ പറ്റി പറഞ്ഞു. ആ വ്യവസായിയെ അവർ വിളിച്ച് ചോദ്യം ചെയ്തു. എത്ര ദിവസമായി? എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? അന്താരാഷ്ട്ര മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമല്ലേ? ഭരണത്തിന്റെ സ്വാധീനം കാരണം ഇതിന്റെ യഥാർത്ഥ അന്വേഷണം നടക്കുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത് കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ്. ഗൂഢാലോചന നടത്തി ഇത് അടിച്ചുകൊണ്ടുപോയി ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റ ആളുകളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇതിവിടെ കൂടി തീരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞത്, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു CBI എൻക്വയറി വേണം. ഇന്റർനാഷണൽ റെമിഫിക്കേഷൻ ഉള്ളൊരു കേസാണ് ഇത്. കേരളത്തിലെ SIT, ഞാൻ അവരെ ചെറുതാക്കി കാണുന്നില്ല, അവരവന്റെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അന്തർദേശീയ ബന്ധങ്ങളുള്ള ഈ കേസ് CBI അന്വേഷിക്കണം, കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയുള്ളൂ. മുഖ്യമന്ത്രി, ദൗർഭാഗ്യകരമായ കാര്യമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നു. കാരണം ശരിയായ അന്വേഷണം നീങ്ങിയാൽ തന്റെ മുൻ മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോകുമെന്നുള്ള പേടി കൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. ഈ കേസ് ഇവിടെ അവസാനിക്കില്ല. അന്തർദേശീയ തലത്തിൽ നടന്നൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ഇത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിലൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വലിയ കൊള്ളകളുണ്ട്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ കൊള്ള ചെയ്തുകൊണ്ട് പോകുന്നു. വെങ്കല പ്രതിമകൾ കൊള്ള ചെയ്യുന്നു. അങ്ങനെയാണ് സുഭാഷ് കപൂർ തമിഴ്നാട്ടിലെ ജയിലിൽ കിടക്കുന്നത്. ഇതിന് വലിയ മാനമുണ്ട്. ആ മാനത്തിന്റെ ചില കണ്ണുകളെയാണ് എന്നെ കണ്ട വിദേശ മലയാളി എന്നോട് സൂചിപ്പിച്ചത്. അതനുസരിച്ച് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തട്ടെ. ഇന്ന് വരെ CPMന്റെ മുൻ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് 1.5 മണിക്കൂർ നേരം ശബരിമല കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വിവരമുള്ളവരാണ്. കള്ളം പറഞ്ഞാലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. എത്ര കള്ളമാണ് ഇന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ ഗവൺമെന്റോ രക്ഷപ്പെടാൻ പോകുന്നില്ല. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി.